ശ്രീമന്നാരായണീയം ദശകം 2 ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 4. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്താദൃഗ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പൽമയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി. തേനാസ്യാവദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത ചാബലബലാത് ചാബല്യവാർത്തോദഭൂത്. തത്താദൃങ് മധുരാത്മകം. ഇവിടെ അനുഭൂതി മാത്രം അറിയുന്നതും ആനന്ദമയവുമായ തവ വപു നിന്തിരുവടിയുടെ ആ രൂപം ഇത്രയും ആനന്ദപ്രദമായ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ 14 ലോകങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭഗവാന്റെ രൂപം. ഇത്രയും ആനന്ദപ്രദമായിട്ടുള്ള ആ ഭഗവാന്റെ തിരുമൈ തവ വപു, ഭഗവാന്റെ ആ വിഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ശരീരം സംപ്രാപ്യ കൈവന്നിട്ട് എന്ന് പറയുന്നത് ഇവിടെ മഹാലക്ഷ്മിക്ക് കൈവന്നിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭർത്താവായി കിട്ടിയ അവിടത്തെ മാറിടത്തിൽ അധിവസിപ്പാൻ പറ്റിയിട്ട്, ഭഗവാന്റെ മാറിടത്തിലാണ് മഹാലക്ഷ്മിയുടെ സ്ഥാനം. അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയിട്ട് സമ്പന്മയീ സാ ദേവി, സമ്പത് സൽസ്വരൂപിണിയായ ആ ശ്രീദേവി, ആ ഭഗവതി പരമോത്സുക, അങ്ങയിൽ കൂടുതൽ അനുരക്തിയായിട്ടിരിക്കുന്നു. ഭഗവതി ഒരിക്കലും ഭഗവാനെ വിട്ടുപിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും ഭഗവാന്റെ ഒപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വഭക്തേഷു അപി, അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ ഭക്തന്മാരുടെ അടുത്ത് പോലും ചിരതരം ന ആസ്തേ, അധികം ന ആസ്തേ, താമസിക്കാറില്ല. ഹേ വിഭോ, സർവശക്തനും അച്യുത, ച്യുതിയില്ലാത്തവനും നാശമില്ലാത്തവനും ആയ വിഭോ ഭഗവാനെ, തേന അസ്യ, അതുകൊണ്ട് ഇവൾക്ക്, തേന ഇവൾക്ക്, നിന്തിരുവടിയുടെ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്, നിന്തിരുവടിയുടെ ആ രൂപലാവണ്യത്തിൽ ഉള്ള അനുരാഗം, ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന അനുരാഗം ഉള്ളതുകൊണ്ട്, ചാബല്യമില്ലായ്മ, അചാബലബലാത്, ചാബല്യമില്ലായ്മ കൊണ്ട്, അതിൻ്റെ ആ ഒരു ശക്തി മൂലം, ചാബല്യ വാർത്ത, ചപലയാണെന്ന് ഒരപവാദം, വാർത്ത ഇവിടെ ഒരപവാദം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ചപല ആണെന്ന് എന്നൊരപവാദം ഉദഭൂത്, ഉയർന്നു വന്നു. ബദ, കഷ്ടം, നോക്കൂ ഈ വൈരുദ്ധ്യം കഷ്ടമല്ലേ. ഭക്തി തീരെയില്ലാതെ സമ്പത്തിൻ്റെ പുറകെ പായുന്ന ആളുകളെ ഇവിടെ മഹാകവി ഒന്ന് ചെറുതായിട്ടൊന്ന് കളിയാക്കും കൂടെ ചെയ്യുകയാണ് നെൽപ്പുത്തൂർ. ഇത്രയും ആനന്ദപ്രദമായിട്ടുള്ള ഭഗവാന്റെ ആ തിരുമൈ നേടിയ ഐശ്വര്യ സ്വരൂപിണിയായിട്ടുള്ള ലക്ഷ്മി ദേവി ഭഗവാനിൽ
പരമമായ അനുരക്തയാണ്, അനുരാഗത്തോട് കൂടിയവളാണ്. അതുകൊണ്ട് തന്നെ അവൾ സ്വഭക്തന്മാരുടെ, തൻ്റെ ഭക്തന്മാരുടെ അടുത്ത് പോലും അധികം നിൽക്കുകയില്ല. സർവശക്തനായിട്ടുള്ള ആ ഭഗവാന്റെ രൂപലാവണ്യത്തിലുള്ള ആ അനുരാഗം, ഉറച്ച അനുരാഗവും ചാബല്യമില്ലായ്മയും കാരണം അവൾക്ക് ചപലയാണെന്നുള്ളൊരു പേര് കിട്ടി. കഷ്ടം തന്നെ എന്നോട് പറയുകയാണ് മേൽപ്പത്തൂർ. ലക്ഷ്മീദേവിയുടെ ഭക്തരുടെ ഒപ്പം പോലും ഏതു നേരവും നിൽക്കില്ല. എപ്പോഴും ഭഗവാന്റെ അടുത്തിരിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഭഗവാനെ നന്നായിട്ട് മനസ്സാ പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാൻ എവിടെയുണ്ടോ അവിടെയൊക്കെ ലക്ഷ്മീദേവിയും ഉണ്ടാകും എന്നൊന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ മേൽപ്പത്തൂർ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.